LDF സർക്കാരിന്റെ 4ാം വാർഷികം കരിദിനമായി ആചരിച്ച് UDF പിറവം നിയോജക മണ്ഡലം കമ്മിറ്റി. ഇതോടനുബന്ധിച്ച് പിറവത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം അനൂപ് ജേക്കബ് MLA ഉദ്ഘാടനം ചെയ്തു. സർക്കാരും LDF നേതൃത്വവും നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നതായി MLAയുടെ ആരോപണം. LDF സർക്കാരിന്റെ 4ാം വാർഷികം കരിദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായും പിറവം MLAക്കെതിരെ LDF നടത്തുന്ന കുപ്രചരണങ്ങൾക്കെതിരായും UDF നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിറവത്ത് പ്രതിഷേധ പ്രകടനവും സംഗമവും നടത്തി. അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് MLA പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. സമരം നടത്തുന്നതിന് വേണ്ടിയാണ് അവർക്ക് PSC ചെയർമാന്റെ 4 ലക്ഷത്തിന്റെ ശമ്പളം വേണ്ട, മെമ്പർമാരുടെ 3.5 ലക്ഷത്തിന്റെ ശമ്പളം വേണ്ട, അവർക്കാകെ വേണ്ടത് ജീവിക്കുവാൻ മാന്യമായ ഓണറേറിയമാണ് ആ പാവപ്പെട്ട നമ്മുടെ സഹോദരിമാർ ആവശ്യപ്പെടുന്നതെങ്കിൽ ഈ സർക്കാർ അവർക്കെതിരെ മുഖം തിരിച്ചു നിൽക്കുന്നു. അവരുടെ സമരത്തിന് അപഹസിക്കുന്നു. സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന സ്ത്രീകളെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നു. എന്നു മുതലാണ് ഒരു തൊഴിലാളി വർഗ പാർട്ടിക്ക് അവര് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റിന് സമരങ്ങളോട് ഇത്രമാത്രം അസഹിഷ്ണുത ഉണ്ടായി എന്ന ചോദ്യം ഇന്ന് കേരളം മുന്നോട്ട് വെക്കുകയാണ്. ആ സമരത്തിന് വേണ്ടി അവരിന്ന് കേരളം ഒട്ടാകെ സമരജാഥയുമായി കടന്നു പോവുകയാണ്. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഗവൺമെന്റിന്റെ ഒരു 9 വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ സർക്കാർ 4 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി പ്രസക്തമായ ചോദ്യങ്ങൾ വരികയാണ്. ഇവരുടെ മുൻഗണന ആർക്ക് വേണ്ടിയാണ്? സംസ്ഥാന സർക്കാരും LDF നേതൃത്വവും നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു. UDF നിയോജക മണ്ഡലം ചെയർമാൻ KR ജയകുമാർ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ സംഗമത്തിൽ AICC അംഗം അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ്, KPCC ഭാരവാഹികളായ അഡ്വക്കേറ്റ് IK രാജു, ആശ സനൽ, UDF ജില്ലാ സെക്രട്ടറി രാജു പാണാലിക്കൽ, DCC ഭാരവാഹികളായ KR പ്രദീപ് കുമാർ, റീസ് പുത്തൻവീട്ടിൽ, CA ഷാജി, KK സോമൻ, വിൽസൺ K ജോൺ, വേണു മുളന്തുരുത്തി, ബ്ലോക്ക് പ്രസിഡന്റുമാരായ PC ജോസ്, R ഹരി, ജോണി അരീക്കാട്ടിൽ, MM ബഷീർ, അരുൺ കല്ലറക്കൽ, ഷാജു ഇലഞ്ഞിമറ്റം തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ ഗവൺമെന്റിന്റെ ദുശ്ചെയ്തികൾ കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റമല്ല, സമസ്ത മേഖലകളിലും തകർച്ചയാണ്. ലഹരി മാഫിയ കേരളത്തിന്റെ സമസ്ത മേഖലകളെയും പിടിമുറുക്കിക്കൊണ്ട് കലാലയങ്ങളും വിദ്യാലയങ്ങളും എല്ലാം ഇന്ന് ലഹരി മാഫിയയുടെ പിടിയിലാണ്. നിരവധി ക്രിമിനൽ കേസുകൾ, ലഹരി കേസുകൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ലഹരി മാഫിയ കൈയടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഗവൺമെന്റ് മൂക്കുകുത്തിയായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ദളിത് മന്ത്രിയില്ലാത്ത മന്ത്രിസഭയായി പിണറായി വിജയന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു എന്നത് പിന്നോക്കക്കാരോട് പാർശ്വവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗത്തോട് ഈ ഗവൺമെന്റിന്റെ സമീപനം എന്താണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ നേട്ടങ്ങളെ കുറിച്ചൊക്കെ പിണറായി വിജയൻ പറയുമ്പോൾ അദ്ദേഹം റോഡുകളെ കുറിച്ചാണ് പറഞ്ഞത്. മരുമോന്റെ റോഡ് വീണതാണ് ഇന്ന് നാം കണ്ടത്. നമുക്കറിയാം, ഏത് മേഖല എടുത്ത് നോക്കിയാലും പൊതുവെ കൃഷിക്കാരും കൃഷിയായി ജീവിക്കുന്നവരും അതുപോലെ തന്നെ മലയോരങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം കാരണം വന്യമൃഗങ്ങളുടെ താണ്ഡവത്തിൽ മരിച്ചു വീഴുന്ന പാപങ്ങൾ ഇപ്പോ നമുക്കറിയാം. ഒരു മനുഷ്യൻ മരിച്ചാൽ മിണ്ടാതിരിക്കുന്ന ഒരു വനംവകുപ്പ് മന്ത്രിയും ഒരു മൃഗം മരിച്ചാൽ അല്ലെങ്കിൽ മൃഗം ചത്തുപോയാൽ അതിനെ സങ്കടപ്പെടുന്ന ഒരു വനംവകുപ്പ് മന്ത്രിയും അതിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനുമാണ് കേരളം ഭരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പിറവം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്